ദൂരെ കാണുന്നത് നമ്മുടെ കേരള മലനിരകൾ. അങ്ങോട്ട് ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ബോർഡർ വിട്ട് നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു കേട്ടോ. ലോവർ ക്യാമ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് നിൽക്കുവാണേ. അപ്പോൾ തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ അല്ല കാഴ്ചകൾ. ഞാൻ ഇവിടെ നിന്നൊരു സ്റ്റാർട്ടിങ് ഒരു വീഡിയോ അങ്ങ് എടുത്തെന്ന് മാത്രമേ ഉള്ളേ. ഇവിടെ വന്നപ്പോൾ മഴയൊന്നുമില്ല, നല്ല ഉണങ്ങിയ കാലാവസ്ഥ. വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലാണേ. തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ തിരിഞ്ഞു വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കോമ്പയ്ക്ക് കയറുന്ന വഴിക്കാണ് വരുന്നത്. കോമ്പയ്ക്ക് കയറുന്ന വഴിക്ക് ഞാനിങ്ങനെ വരുന്നത് എന്നാണെന്ന് അറിയാമോ? നമ്മൾ ഈ കോമ്പയ്ക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രാമക്കൽമേടിൻ്റെ അടിവശത്തൂടെ ഉള്ളൊരു വഴി നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? ആ വഴിക്കൂടെ ഒന്ന് പോയി നോക്കാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. അപ്പോൾ ആ വഴിക്ക് പോയാൽ കുറേ കാഴ്ചകളും കൃഷിയിടങ്ങളുടെ കാഴ്ചകളും അതും ഇതൊക്കെ ആയിട്ട് കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു വഴിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കുറേ ചപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് മരമൊക്കെ പുളിയില പോലെയൊക്കെ ഉണ്ടേ. ഞാനിങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഇത് എന്തിനുപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ വന്ന ഒരാളോട് ഞാനൊരു അണ്ണനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ ഈ ആടിനൊക്കെ ചപ്പൊക്കെ കൊടുക്കുക, ഇവർ തിന്നാനൊക്കെ തീറ്റ കൊടുക്കുന്നതാണ്. അപ്പോൾ പുല്ലില്ലാത്തപ്പോൾ ഇത് കൊടുക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടോ. ഇതുവരേക്ക് എനിക്കത് അറിയത്തില്ലായിരുന്നു. വരുമ്പോൾ എല്ലാം വഴിക്കെല്ലാം കാണാം. പക്ഷേ ഞാനിപ്പോഴാണ് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് പിടികിട്ടി. നമുക്കെപ്പോഴും കിട്ടുന്ന ഒരു കാളവണ്ടി പോകുന്നുണ്ടോ. നമ്മൾ കയറി വന്ന വഴിക്ക് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ കോമ്പയ്ക്ക് എളുപ്പമുള്ളൊരു വഴിയാണ്. ഈ റൂട്ടിലുള്ള കുറേ കാഴ്ചകൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള, അതുകൊണ്ട് പിന്നെ വഴിക്കുള്ള വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തേവാരത്തു നിന്നും രാമക്കൽമേടിൻ്റെ അടിവശത്തോടുള്ള ആ ഒരു കാഴ്ചകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വഴിക്കുള്ള വീഡിയോ അധികം എടുക്കാത്തത് കേട്ടോ. നമ്മളിങ്ങനെ ഊത്തുകാട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കോമ്പൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. കോമ്പൈ ചെല്ലുമ്പോൾ പാളയത്ത് നിന്നും നമ്മൾ കയറി വരുന്ന ആ ഒരു റോഡുണ്ടല്ലോ, അത് കിട്ടത്തുള്ളേ. അല്ലെ പാളയത്ത് ചെന്നേച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ 4-5-6 കിലോമീറ്റർ കൂടുതലാണ്. ഇതിലെ പോകാനത് അത്ര എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി കയറിയത്. പക്ഷെ വഴി ഇവിടെ അത്ര ഓക്കെ അല്ലാന്ന് തോന്നുന്നു. വഴിക്കെല്ലാം പണി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കൂട്ടം കന്നുകാലികളെയും കൊണ്ട് പോകുന്നുണ്ടോ, തീറ്റാൻ കൊണ്ടുപോകുന്നതാണേ. കുറേ എണ്ണമുണ്ട് അവർ. അവന്മാരുണ്ട് റോഡ് നിറച്ചാണ് വരുന്നത്. നമ്മളതിനിടയ്ക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടെ. ഇടയ്ക്ക് തീറ്റപ്പുല്ലൊക്കെ കാണുമ്പോൾ ഇവർ അതിൻ്റെ ഇടയിൽ ചാടുവേ. ഇവർക്ക് അറിയത്തില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വലിയ കാളയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന വഴിക്ക് ഇടത്തും വലത്തുമായിട്ടെല്ലാം നല്ല കൃഷിയിടങ്ങളാണ്. പിന്നെ ഈ ചകിരിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫാക്ടറിയൊക്കെ ഈ തേങ്ങയുടെ തൊണ്ട് കൊണ്ടുള്ള അതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. ചകിരി കൊണ്ട് കയർ ഫെഡ് പരിപാടിയൊക്കെ ആയിട്ട് ഫോമിൻ്റെയൊക്കെ ഇവിടെ നല്ല വാഗ പൂത്ത് നിൽക്കുന്ന നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചു മയിലാണ്, പക്ഷെ കോഴിയായിരുന്നു. അവിടെ നിർത്താൻ പറ്റിയല്ലേ. കുറച്ച് മരത്തടൽ കിട്ടി കേട്ടോ. ഇതിലെ പിന്നെ ഇടയ്ക്കും മുട്ടിന് ഈ കർഷകരുടെ ബൈക്കോ ട്രാക്ടറോ അങ്ങനെയുള്ള വാഹനങ്ങളാണ് കൂടുതലുള്ളൂ കേട്ടോ. ഇനി നമ്മളെ കുറച്ച് ഫോറസ്റ്റിനകത്തോടെയൊക്കെ പോണേ. ഇടത് സൈഡിലൊക്കെ ഫോറസ്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഫോറസ്റ്റിനകത്തോടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ കിടക്കുന്ന റോഡായത് കോമ്പയിൽ ചെന്ന് കയറാനായിട്ട്. ഇതെല്ലാം ഭയങ്കര വിജനമായ സ്ഥലമാണ്. ഒരു കേരള രജിസ്ട്രേഷന് ഒരു പ്രൈവറ്റ് ഓട്ടോ പോകുന്ന പോക്കുണ്ടോ. ഇതെവിടെ പോവുകയാണ്? ആ കാണുന്നതാണ് രാമക്കൽമേട്. അതിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ തമിഴ്നാടിൻ്റെ ഫുൾ വ്യൂ കിട്ടുവേ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കാറ്റാടികളൊക്കെ ഒന്ന് കറങ്ങുന്നുണ്ടോ, അത് കണ്ടോ? ആ ഒരു ഭാഗത്തു നിന്ന് ഏത് സമയത്ത് കാറ്റിങ്ങനെ ധാരാളമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവേ. നല്ല വ്യൂവാ. ആ കാണുന്ന രാമക്കൽമേടിൻ്റെ അടിവശത്ത് നമുക്ക് ചെല്ലണം. നമ്മൾ കോമ്പ എത്തി കേട്ടോ. കോമ്പയിൽ നിന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ട്. രംഗനാഥപുരം കോയിൽ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നേരെ പോയാൽ തേവാരം ആ റൂട്ടിലോട്ടൊക്കെയാണ് പോകുന്നത്. ബോഡിനായക്കന്നൂർ. നമുക്ക് ലെഫ്റ്റ് പോകണം.
ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കണ്ടോ, ശ്രീ രംഗനാഥ കോവിൽ 6 km. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഈ കാണുന്ന മുന്നോട്ടുള്ള റോഡേ പോകണം. കോമ്പയിൽ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ഇതുപോലൊരു സ്ട്രീറ്റിൽ കൂടാണ് കയറി വന്നത്. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളിൽ തുടർച്ചയായിട്ട് കണ്ടുപോകാം. ഇവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ടേ. ആ ഒരു അമ്പലത്തിൻ്റെ അവിടം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ നല്ല വഴികളൊക്കെയാണ് മുന്നോട്ട്. ചതുരങ്ങപ്പാറ ഭാഗമാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് മതികെട്ടാൻ ഷോലയൊക്കെയാണേ. ചതുരങ്ങപ്പാറ പോയി നിന്ന് കഴിയുമ്പോൾ അപ്പുറം ആ ചെരുവിൽ അങ്ങോട്ട് കാണുന്നത് തേവാരം ഭാഗമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഒരുമാതിരി കാറ്റാണ്, വല്ലാത്തൊരു കാറ്റ്. അപ്പുറത്തെ മലയുടെ അവിടെ നിന്ന്, നമ്മുടെ കേരള മലനിരകളുടെ അപ്പുറത്ത് നിന്ന് കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു പാലമൊക്കെ, പുളിമരങ്ങളാണ് അങ്ങോട്ട്. പുളിമരങ്ങളും തെങ്ങും തോട്ടങ്ങളും. നല്ലൊരു ഇതുണ്ട്, ഒരു ഷെയ്ഡൊക്കെ ഉണ്ട്. വെയിലങ്ങനെ അടിക്കാതെ മരത്തിൻ്റെ തെങ്ങിൻ്റെ കൂടെ കീഴേ കൂടെ പോകുമ്പോൾ ഒരു സൈഡിൽ അങ്ങോട്ടെല്ലാം കൃഷിയിടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഇവർക്ക് നല്ല ക്ഷാമമുണ്ട് കേട്ടോ കൃഷിക്ക്. കേരളത്തിൽ മഴ എങ്ങനെ ഇല്ലല്ലോ. ഇവിടേക്ക് മഴ, കേരളത്തിലെ മഴ പെയ്യുമ്പോൾ ഇവിടേക്കും മഴയുടെ വാങ്ങൽ ഇവർക്ക് ഈ ബോർഡറിലൊക്കെ കിട്ടാറുണ്ട്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാലേ ഈ പുളിമരത്തിൻ്റെ കീഴേ കൂടെയുള്ള ഒരു യാത്ര അത് ഭയങ്കര രസമാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തണൽ മരങ്ങൾ. അത് പാളയത്ത് നിന്ന് നമ്മൾ ആ ഒരു റൂട്ട് പിടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്. ഈ ഒരു സൈഡൊക്കെ വരെ ഉണ്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഡ്രോപ്പ് വാട്ടർ പരിപാടിയാണ്, പൈപ്പ് ലൈൻ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുക. വിത്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ചോദിച്ചാലോ, നമുക്ക് നേരെയുള്ള റോഡേ പോകട്ടോ. അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ട്, അതായത് ഗ്രാമത്തിലോട്ട് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങോട്ടുള്ള തെങ്ങും തോട്ടം കണ്ടോ. നമ്മൾ ഈ സുരുളി വാട്ടർഫാൾസിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് കിട്ടുന്ന പോലത്തെ അത് ഏതോ മുന്നിലായിട്ട് അതാ കാണുന്നുണ്ടോ നമ്മുടെ രാമക്കൽമേട് ഉയരത്തിൽ നിൽക്കുന്ന നോക്കിയേ. അതിൻ്റെ കീഴേ കൂടെ, അതിൻ്റെ കീഴേ ഉള്ള അടിവാരം ഗ്രാമമാണ് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ കാവായിയാണ്. ഇവിടെ ഇറങ്ങിയെന്നൊന്നും പറയാനില്ല, എല്ലാം ഈ കാണുന്ന കാഴ്ച. പക്ഷെ ആ മലയാണ് കേട്ടോ, വേഗമാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടെ ഇടയ്ക്ക് മാവും തോട്ടം ഉണ്ട് കേട്ടോ ആ സൈഡിലൊക്കെ. അത് മാവാ. പിന്നെ തെങ്ങും തോട്ടം. ഇടയ്ക്കിടയ്ക്ക് കോവലിൻ്റെ ഒക്കെ പന്തൽ കാണാം, കോവൽ ചെടികളുടെ ഒക്കെ. മുന്തിരി ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സൈഡിൽ കോവലിൻ്റെ പന്തല ഇട്ടേക്കുന്നെന്ന് തോന്നേ. അതാണ് ഇവിടെയൊക്കെ ആൾക്കാർ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെയാണ്. ഇവിടെയൊക്കെ ഒരു ഓലപ്പട പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചു. അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടത്തിൽ പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ വാഹനം ഇവർ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പണി കയറും കേട്ടോ. കൂടി വന്നാൽ 1 മണി വരെ ഒക്കെ പണിയുള്ളൂ. രാവിലെ 7 മണിക്കൊക്കെ ഇവർ ജോലിക്കിറങ്ങുമേ. നമ്മളെപ്പോലെ ഉപ്പും നിന്ന് ഉച്ചയ്ക്ക് 9 മണിക്കും 10 മണിക്കല്ല ഇവർ പണിക്കിറങ്ങും. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ബൈക്കിൽ. ഇതന്നെയാണോ ഒരു സൈഡിൽ മറ കെട്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തോ കൃഷിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മുന്തിരിപ്പന്തൽ വല്ലതും ആണെന്ന് തോന്നുന്നു. ഓ, രാമക്കൽമേടിൻ്റെ ചോട്ടോട്ട് നമ്മൾ ചെല്ലുന്നുണ്ടോ. താഴെ നിന്നാ കല്ലേ മുകളിലോട്ട് നോക്കുമ്പോൾ എന്താ അല്ലേ ഇതേ കാണണം കേട്ടോ. ഓ, അതിന് വേണ്ട പിള്ളേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു റോഡാണ് കേട്ടോ. നമ്മൾ ആ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്നാ ശക്തമായ കാറ്റാണ് വരും. പക്ഷെ ആ മല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാറ്റ് വരാൻ വഴിയുണ്ട്. മലകൾ കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നല്ലേ. പിന്നെ ഏത് ആ ഒരു ഹോളിയുണ്ടോ അവിടെ, അതിനകത്താ കാറ്റ് വരുന്നത്. പച്ചക്കറിയൊക്കെ കളക്ട് ചെയ്തിട്ടേ ഇതുണ്ടോ വണ്ടി കിടക്കണേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട്, അടുത്ത ചന്തയ്ക്കും മാർക്കറ്റിലേക്കും പിന്നെ നമ്മുടെ കേരളത്തിലോട്ടും ഒക്കെ ആയിട്ടേ. ഇതോടാണ് രാമക്കൽമേട് മലനിരകൾ കല്ല് കണ്ട
നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ താഴത്തെ പാറയിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഇത്. അതിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന വഴിക്ക് ഞാൻ ഒരുപാട് കൃഷികളൊന്നും കണ്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പം പയറിട്ടിരിക്കുന്നതാണ്, ബീൻസ് പയറോ അങ്ങനെ എന്തോ ആണത്. രാമക്കൽമേടിൻ്റെ ഒരു വ്യൂ കണ്ടോ, ആ പാറയുടെ മണ്ടയ്ക്ക് അവിടെ ആളുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഒരു പാറ കണ്ടോ, ആ പാറയിലൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറിയിട്ടുള്ള. അതിൻ്റെ മണ്ടയിൽ ആൾ നിൽപ്പുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? കാണത്തില്ല. പിള്ളേർ സെറ്റൊക്കെ ചിലപ്പോൾ കാണും. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം അല്ലേ. അതൊരു കേരള രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ പോയത്. നമുക്ക് ഏതായാലും അമ്പലത്തിലാണ് വരെ പോകാം. അമ്പലം എവിടെയാണെന്നറിയില്ല. ഇതിൽ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണാതിരിക്കും. നല്ല കാറ്റാട്ടോ. അതുകൊണ്ട് ആ ഒരു സൈഡ്, ആ ഒരു ഹോളിൽ നിന്നാണ് കാറ്റിങ്ങോട്ട് വരുന്നത്. അവിടെയൊക്കെ കാറ്റാടി നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു പാറ നോക്കി പൊങ്ങി നിൽക്കുന്നത് ഇതുണ്ടോ. കറക്റ്റ് നമ്മൾ ആ പാറയുടെ ചോട്ടി വന്നു കേട്ടോ. മുകളിൽ പാറ നിൽക്കി നോക്കിയേ. അവിടെ ആള് നിന്നാലും ഇപ്പൊ കാണത്തൊന്നുമില്ല അങ്ങനെ. പിന്നെ പിള്ളേർ ആരൊക്കെ ഉണ്ട് അതിൻ്റെ മണ്ടയിൽ കേട്ടോ. എന്തൊരു ഹൈറ്റല്ല അതിന്. ഇവിടെയൊക്കെ കണ്ടോ കുറേ കൃഷിയിടങ്ങളൊക്കെയാണ്. പയറാ, ബീൻസ് പയറോ മറ്റാന്ന് തോന്നുന്നു ഇപ്പോൾ ഈ കിടക്കുന്നത്. അതോ ബട്ടർ ബീൻസോ അങ്ങനെ എന്തോ ആണ് സംഭവം. പയറാണ് കൂടുതലും ഇവിടെ ഇപ്പോൾ ഒരു മേഖല കംപ്ലീറ്റ് കൃഷിയായിട്ട് കിടക്കുന്നത്. ഇടയ്ക്കൂടെ തെങ്ങ്, പിന്നെ അത് അവിടെ ദൂരെ ഒരു വലിയ പാറക്കെട്ട് നിരന്നതൊക്കെ കാണാമേ. അതിന് താഴ്വാരത്തിലും കുറേ പാറക്കെട്ടുകളൊക്കെ കാണാം. അതൊക്കെ ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഇത് കേട്ടോ, ആ ഭാഗത്തൊക്കെ കാറ്റ് പിടിക്കുന്നുണ്ടോ തെങ്ങിലോട്ട്. ഭയങ്കര കാറ്റാട്ടോ. ആ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണേ. തമിഴ്നാട്ടിലെ ഒരു വെള്ളച്ചാട്ടം നമുക്കൊന്ന് കാണാം. പക്ഷെ മഴയില്ല എന്നതുകൊണ്ട് വെള്ളം അങ്ങനെ കാര്യമായിട്ടൊന്നും അവിടെ നിന്നില്ല. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ലാസ്റ്റ് ഈ അമ്പലത്തിൻ്റെ പടിക്കലെത്തി കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കാണാവേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു വഴി നമുക്ക് കാണാം. അപ്പം ഇത് ഈ അമ്പലത്തിന് ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് വെള്ളം ഒഴുകി പോകുന്നതാണെന്ന് തോന്നുന്നതൊക്കെ. രംഗനാഥൻ കോവിൽ, ശ്രീ രംഗനാഥൻ കോവിൽ അതിവിടെയാണ് കേട്ടോ. മുകളിലായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. റോഡ് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നുണ്ടേ. അങ്ങോട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന മേഖലയൊക്കെയാണെന്ന് തോന്നുന്നു. പച്ചക്കറിയൊക്കെ പറിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇത് മുളകാണോ എന്തോ ആണ്. അപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടുന്ന്. ഇതുണ്ടോ, വനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മനോഹരമായൊരു ക്ഷേത്രം. എന്ത് ഭംഗിയല്ലേ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും ഒക്കെയാണല്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ എന്തായാലും കാണാനായിട്ട്. ഞാൻ ഈ ഭംഗി എന്ന് പറയുന്ന വാക്കിനകത്ത് ചിലപ്പോൾ തിരക്ക് കൂടിപ്പോയിട്ട് അത് വ്യത്യാസപ്പെട്ട് പോകാറുണ്ട് കേട്ടോ. എന്തായാലും രാമക്കൽമേടിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം. വഴി ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ടേ. ഇവിടെ നിന്നൊക്കെ താഴോട്ട് കൃഷിയിടങ്ങളാണ് കേട്ടോ. ഇവിടെ ചില സ്ഥലത്തൊന്നും കൃഷി അങ്ങനെ ഇല്ല. ഇതുണ്ടോ, ആര്യവേപ്പും വാഗമരവുമാണ് ഉള്ളത്. വാഗ ഇടയ്ക്കിങ്ങനെ പൂത്തു നിൽക്കുന്ന ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു മുന്നോട്ട് റോഡിൻ്റെ കാര്യം ചോദിച്ചാൽ അത് അധികം മുന്നോട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടം വരെയൊക്കെ ഉള്ളെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ നല്ലൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. അത് നോക്കി അങ്ങ് ദൂരെ ഒരു പിന്നെ മല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. അണ്ണനെ പരിചയപ്പെട്ടെ. പേരെന്നാ അങ്ങേ? കറുപ്പയ്യ. ആ എന്നാ കൃഷിയാ? അല്ല ഇങ്ങ വ്യാപാരം
இல்ல மாடு வச்சிருக்கு ஆடு வச்சிருக்கு ഇതന്നെ കെട്ട് കായ് ഇത് അവരപ്പയറല്ലേ ഇതാ അത് കലിവ് അല്ലേ അതെല്ലാം എടുത്താச்சு ഇനി മാർക്കറ്റിക്ക് പോകുതാ ആട്ടുക്ക് പോകും കായ വിട്ട് പോകണം അല്ലേ ഇതന്നെ ഇപ്പം ഈ വടി വെച്ചിരിക്കേ കമ്പ് തോട്ടി വിറകൊടിക്കേ കൊലേ ആട്ടുക്ക് അതെന്നാ കൊലേ അത് കൊലയെന്ന് ചൊല്ലി എന്നാ അത് ആട് തിന്നുന്ന കൊല ചപ്പ് അത് വെട്ടാനല്ലേ അതിനുള്ള അരുവാത്തോട്ടിയാണ് വെച്ചത് വെച്ചിട്ടുണ്ടല്ലേ இங்கே என்னென்னலாம் கிருஷி இருக்கு என்னெல்லாம் வியாபாரம் விவசாயமா பச்சைக்கறி வெஜிடபிள் எண்ணெய் அதிகம் வரும் அല്ലേ இது என்ன தண்ணி போகுது இடமா இது இந்த புரட்டாசியில் புரட்டாசி மாதம் கேரளாவில் நிறையா வரும் இங்கே வரும் അല്ലേ அங்கேருந்து கீழே வரும் உற்சவம் கோவில் உற்சவத்துக்கு அല്ലേ நிறைய ஆள் வரும் அല്ലേ அப்போ அதுக்குள்ள தண்ணி அதுதா அப்போ இங்கே மோட்டர் இருக்கு அங்கே மோட்டர் வச்சிருக்கு அല്ലേ அப்போ அதுக்குள்ளதா அല്ലേ அந்த சமயத்தில் மோட்டர் போட்டுடும் அല്ലേ போட்டால் இந்த அவரைக்கு அவரை பயிருக்கு மருந்து அடிக்கிறது தண்ணி எடுத்துட்டு போயிடும் அല്ലേ அப்போ வரும்போது பார்த்ததெல்லாம் அவரை பயிர் தான் அല്ലേ இந்த பயிருக்கு என்ன விலை கிடைக்கும் இது இப்போ கேரளாவும் வருது இல்லை வருது இங்கே 80 ரூபா ஒரு கிலோ இங்கே ஒரு கிலோ 80 ரூபா மார்க்கெட்டு தேவாரம் மார்க்கெட்டு ரெண்டு இடத்துக்கு போயிட்டு இது மேலே கேரளாவுக்கு வரும் அല്ലേ ரெண்டு மார்க்கெட்டு போயிட்டு வரும் டைரக்ட் வராது ஏலக்கடையில் போய் இப்போ உங்களை மாதிரி எங்களை மாதிரி ஏலத்தில் எடுக்கும் எடுத்து அப்படியே லேலத்தில் எடுத்துட்டு போகும் அப்படி அப்போ ഈ ഒരു മൂട്ടയ്ക്ക് അവരെ ഒരു വില ചൊല്ലും അല്ലേ அப்படி எடுத்துட்டு போகும் இப்போ 80 ரூபா விலை இருக்கு அല്ലേ இப்போ 80 ரூபா நேற்று விலை 80 இன்னைக்கு விலை என்னன்னு சொல்லுங்க இப்போ പച്ചക്കറി കുറവല്ലേ വെജിറ്റബിൾ കുറവല്ലേ ഇല്ല കുറവില്ല ഉണ്ട് ഓണം വരുമ്പോൾ വില இன்னும் ഡബിൾ വിലയാവും അല്ലേ அங்க வந்து பூராமே இந்த காய்கறி தானே അതെ ഓണത്തൊക്കെ ഒരു വാരം ഫുള്ളാ വെജിറ്റബിൾസ് மாசமே இருக்கும் ஒரு மாசமே இருக்கும் ஆரம்பத்திலிருந்து ஒரு சிலர் சாப்பிடாது இப்போ இங்கே எப்பொழுது காற்று தான் இருக்குமா இப்போ இந்த சீசனு காற்றடிக்குது வல்லாது அந்த ஒழுவிலிருந்து வருது அല്ലേ அது மழை பெஞ்சா தண்ணி வரும் அவங்க இருந்து அது தமிழ்நாடு தானே தமிழ்நாடு மேலே வரைக்கும் பாறை இருக்குது அதெல்லாம் தமிழ்நாடு தான் பாறைக்கு அங்கிட்டு இருக்குல்லே നമ്മൾ அங்கே இருந்து ஏறி வரும்போது அதெல்லாம் அந்த பக்கம் இந்த குறைவையும் குறைச்சி சிலர்னு இருக்கு அதுதான் கேரளா பார்டர் இந்த தண்ணி விழுகுதுல்ல கேரளா பார்டர் இங்கே தமிழ்நாடு பார்டர் தான் பிரிச்சிருக்கு அப்படிதான் பிரிச்சிருக்கല്ലേ வீட்டில் யாரெல்லாம் இருக்கு எல்லாம் இருக்கு குழந்தைகள் எல்லாம் என்ன வேலையாச்சா பையன் வேலை பார்க்க வாத்தியாரா எந்த ஸ்கூலு திருச்சியில் അല്ലേ ശരി ഞാൻ ഈ ഊരെല്ലാം ഒന്ന് സുറ്റിപ്പാക്കി അപ്പടി വന്നത് ശരി ഇപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ നല്ല ലൈറ്റിംഗ് ആണ് കണ്ടോ ഈ തെങ്ങിൻ്റെ റോഡിൻ്റെ സ്ഥലത്തിൻ്റെ ഒക്കെ കാഴ്ച നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ലൈറ്റിംഗ് കുറവായിരുന്നേ അപ്പോൾ അങ്ങോട്ട് ഒരുപാട് കാഴ്ചകളില്ല നമ്മൾ ഈ കണ്ടുവന്ന കാഴ്ചകളൊക്കെ തന്നെ ഇപ്പോൾ ഇത് അവരപ്പയറാണ് കേട്ടോ നമ്മൾ കണ്ടില്ലേ അവിടെ അണ്ണനെ പറിച്ച് ചാക്കിനകത്ത് വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ച ബീൻസ് പയറും എല്ലാം ആണ് അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുക ഇത് അവരപ്പയറാണ് എന്തായാലും ഇപ്പോൾ പയറില്ല ഇവർ പയറെല്ലാം പറിച്ചു പോയി തോന്നുന്നു ഇനി അടുത്തത് ഇല്ലെങ്കിൽ പൂവെല്ലാം വിരിഞ്ഞിങ്ങനെ കായൊക്കെ ആയി വരുന്നേ ഉള്ളേ എല്ലാ കൃഷിക്കും ഒരു സീസൺ ഉണ്ടല്ലേ ഇവിടെ ഒരു ഷെഡ് കണ്ടോ ഇവരുടെ പണി ഷെഡാണെന്ന് തോന്നുന്നത് അതോ മോട്ടോർ ഷെഡോ എന്തോ സംഭവമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കോമ്പൈ ചെല്ലാം കോമ്പൈ ചെന്നിട്ട് വഴി തിരിഞ്ഞ് വേണം പോകാനായിട്ടേ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെ തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് രാമക്കൽമേട് നമുക്ക് ഒരിക്കൽ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാവേ ഇതുണ്ടോ രാവിലെ വരുവാണെങ്കിൽ നല്ല ലൈറ്റിംഗ് ആയിരിക്കും അങ്ങോട്ടേ ഇതിപ്പോൾ ഉച്ച സമയമായി അപ്പോൾ ഇവർ തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണേ അവരോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു
ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നൊക്കെ പറഞ്ഞേ. ഒരു അച്ചായി ഒരു അമ്മച്ചിയാണ്. അവർ ഈ പ്രായത്തിലും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു രസം. തിരിച്ചു വരുന്ന വഴി ഞാനിവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയേ. ഈ ഒരു ഇതുണ്ട്, പുളിമരം നിൽക്കുന്നുണ്ടോ? ഈ പുളിമരം കണ്ടേ നല്ല തണലുണ്ട് ഇവിടെ കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് വെച്ചാൽ ഇവിടെ നിർത്തിയാണേ. കോമ്പയിനൊക്കെ ഇങ്ങോട്ടൊന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ മുള്ളിട്ടിരിക്കുന്നുണ്ടേ. ഇതെന്നാ മുള്ളിങ്ങനെ വഴിക്ക് ഒരു ചെറുവഴിയാണ് ഇട്ടിരിക്കുന്നത് വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. അവിടെ ഒരു സംഭവം ഉണ്ടേ. ആൾക്കാർ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തേൽ അതേലും ഒരുതരം കാ കിടക്കുന്നുണ്ടോ, കാണാവോ? അതൊരു നെല്ലിക്കയാണേ. ആ ഒരു മരമാണ്, നെല്ലിമരമാണ്. അങ്ങോട്ടേക്ക് ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവർ ഈ മുള്ളിട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് പരിപാടി? നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പാളയത്താണ്. പാളയത്ത് വന്നപ്പോൾ ഇന്ന് ഇവിടെ ചന്തയുള്ള ദിവസമാണേ. പച്ചക്കറിയും പലചരക്കും തുണിത്തരങ്ങളും. നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടിട്ട് പോയാലോ. തുണികളൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ? വിലക്കുറവിൽ തുണികളൊക്കെ കിട്ടും കേട്ടോ. തുണികൾ പലതരത്തിലുണ്ട്. ഷർട്ട്, ബനിയൻ, പാൻറ്റ്, ഷർട്ട്, എല്ലാ സാധനമുണ്ട്. പലചരക്ക് പച്ചക്കറികളൊക്കെ ആ സൈഡിലോട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സൈഡിലോട്ട് കടക്കണം. അവിടെ കടന്നു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളും കാഴ്ചകളൊക്കെ കാണാം. പച്ചക്കറികളുടെ കാഴ്ചകളൊക്കെ ഇവിടുന്ന് തന്നെ തുടങ്ങി പോകാം. മുള്ളങ്കിയൊക്കെ. അണ്ണൻ ചോറുണ്ടോ? ഇവിടെയാണ് സവോള, കിഴങ്ങ് ഐറ്റംസൊക്കെ. കത്രിക്ക ഇതുണ്ട്, പ്ലേറ്റിൽ വെച്ചിരിക്കുന്നുണ്ട്. ഓരോ പ്ലേറ്റിന് 10 രൂപ 20 രൂപ റേറ്റാണേ. ഇവിടെ എല്ലാം വെളുത്തുള്ളി പല ഐറ്റം. വെളുത്തുള്ളി എന്നാ വില? ചുമ്മാ കേട്ടാ, 1 കിലോ 160. അല്ലി 150 അല്ലേ? ഇപ്പം വില ഇച്ചിരി കൂടുതലാ. ആ, ഇനി നമുക്ക് ഇങ്ങോട്ട് അതാ ഫ്രണ്ടിൽ നിന്ന് വരികയാണ്. അവിടെ കത്തി സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറികൾ വാങ്ങിക്കുന്ന ആൾക്കാർ. ഇങ്ങക്ക, പാവയ്ക്ക, ക്യാരറ്റ്, ഇതാ ബീൻസ്, പയർ. ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് മാർക്കറ്റാട്ടോ. ഇതിനുള്ളിൽ പലതരം ഐറ്റംസ്. ഇതാ നല്ല ഉണക്കമീനൊക്കെ ഇരിക്കുന്നു. നോക്കിയേ, നത്തോലിയൊക്കെ കണ്ടോ, വലുതും ചെറുതുമായിട്ടുള്ള ഐറ്റം. നത്തോലി എന്താ വില? നത്തോലിയൊക്കെ എന്താ മീനൊക്കെ എന്നാ വില? 100 ഗ്രാം 100 രൂപ. അയ്യോ, നത്തോലിക്ക് നല്ല വില കേട്ടോ. ഇതുണ്ട്, ഇത് 100 ഗ്രാം 100 രൂപയാണ്. എക്സ്പോർട്ട് നത്തോലിയാണ്. ആ, ഇച്ചിരി വലിപ്പമുണ്ടല്ലേ. അപ്പോൾ 1 കിലോ 1000 രൂപ വില. പീസാക്കിയിട്ടുള്ള മീനുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ പീസായിട്ടുള്ള ഉണക്കമീൻ. നത്തോലി ചെറുമീൻ അവിടെ കൂടുതലും. ഇതുണ്ട്, കൊഞ്ചൊക്കെ, ചെറിയ കൊഞ്ചൊക്കെ ഇരിപ്പുണ്ട്. സവോള കഴിഞ്ഞൊക്കെ എത്ര വില? ആ, എന്നാ വില? 3 കിലോ 100 രൂപ. ആ, വില കുറവാ. ആ, കിഴങ്ങ് അതും 100 രൂപ. ആഹാ, റിട്ടേൺ പോകുമ്പോൾ നോക്കാം. പലചരക്ക് ഐറ്റംസ്, മുളക്, മല്ലി, പരിപ്പ്, വറുത്ത് കഴിക്കാവുന്ന പപ്പടം ഐറ്റംസ്. ഇതുണ്ട്, ഇങ്ങനത്തെ പപ്പടമൊക്കെ നമ്മൾ വറുത്ത് കഴിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള പപ്പടം, ചെറിയ പപ്പടം. ഇതും അത് തന്നെയാണോ അണ്ണാ? ഇതെല്ലാം പപ്പടം ഐറ്റംസ്. ആ, പിന്നെ ഈ ചെറുപയർ, വൻപയറൊക്കെ ഇതുണ്ടോ? വൻപയർ, ചെറുപയറൊക്കെ എന്നാ വില വരുന്നേ? 110 അല്ലേ? അവിടെ 130. ആ, നല്ല പയറായിരുന്നു കേട്ടോ. ആ, നല്ല കടലയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ആ അവരപ്പയർ പോലത്തെ വലിയ പയറുണ്ട്, ബീൻസ് പയർ, പുളി. ഇതും പൊരിയൽ ഐറ്റം അല്ലേ അണ്ണാ? ഇതും പൊരിയലല്ലേ? ഇത് പയർ ഐറ്റംസ് വറുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. നമുക്ക് പച്ചക്കറികൾ കാണാം. പച്ചക്കറികൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പേരെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല പേരയ്ക്ക കേട്ടോ. പേരയ്ക്ക, നെല്ലിക്ക, പുതിന അല്ലേ, മല്ലിയില, കരിവേപ്പില. ആ, ഇതാണ് ആള്. ആ, എന്നാ വില ഇതൊക്കെ? പേരയ്ക്ക. ആ, അപ്പടി. വാഴപ്പിണ്ടി, വാഴ ചുണ്ടൊക്കെ കണ്ടോ. നമ്മൾ കളയുന്ന സാധനം ഇത് കേട്ടോ. പക്ഷെ ഇവരിത് കറി വെച്ചാൽ നല്ലതാണ്. നമ്മുടെ വയറല്ല ശുദ്ധിയാകാനുള്ള സാധനം ഇത് വാഴപ്പിണ്ടി. ആ, ഇതാണ് എല്ലാം പാക്കറ്റ് ഐറ്റംസ്. പാക്കറ്റായിട്ട് ചെറുപയർ, വൻപയർ, കടല,
എല്ലാ ഐറ്റവും ഉണ്ട്. ഓരോരുത്തർ ഓരോ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെയാണ്, ഓരോ ടൈപ്പ് പരിപാടികൾ. മുള്ളങ്കി, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം പേർക്ക് വാങ്ങിക്കാനൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതവിടെയും പാക്കറ്റ് ഐറ്റംസ്, പയർ, കടല, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതവിടെ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട ആ പൊരിയൽ ഐറ്റംസൊക്കെ ഇതാ, വറക്കുന്ന ഐറ്റംസ് എല്ലാം പാക്കറ്റ്. ഇതെല്ലാം ഒരു പാക്കറ്റ് എന്നാ വിലയാ? 10 രൂപ ഉള്ളൂ. ഇഞ്ചി കണ്ടോ, ഇഞ്ചി എന്നാ വിലയാ അമ്മ? 220. ഇഞ്ചിക്ക് വിലയുണ്ട് കേട്ടോ, 220 രൂപ. ഇതുണ്ട്, ഈ ഒരു ഇത് അങ്ങോട്ട് കുറേ നീളമുണ്ട് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന കാരണം. ഇത് കിടക്കുന്നത് തക്കാളിപ്പഴം നോക്കി, അല്ല സൂപ്പർ തക്കാളിപ്പഴം. ഇതുണ്ട് ഇരിക്കുന്നത് തക്കാളിപ്പഴം എന്നാ വില? 30 രൂപ ഉള്ളൂ. 30 രൂപ ഉള്ളൂ ഇവിടെ തക്കാളിപ്പഴത്തിന്. കട്ടപ്പല വരുമ്പോൾ 50-60. ആ, നല്ല തക്കാളിപ്പഴം നോക്കി. നാടൻ തേങ്ങ എന്നാ വിലയാ? കിലോ 50 രൂപ അല്ലേ? 50. ആ, അത് കുറവാ. അവിടെ 80, 90. ആ, ഇവിടുന്ന് അവിടെ വരണ്ടേ. എല്ലാ സാധനവും ഇവിടെ വിലക്കുറവാണ് കേട്ടോ. നമുക്ക് പറ്റുമായിരുന്ന കുറച്ച് മേടിക്കാവായിരുന്നു. ഇതുണ്ടോ പാവയ്ക്കൊക്കെ ഇരിക്കുന്നത്, വാഴയ്ക്ക. ഇതുണ്ടോ പ്ലേറ്റിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്ലേറ്റ് എവളോ? 20 രൂപ. ഇത് പഴുത്ത മുളക്, ഉണങ്ങിയ മുളക് അല്ലേ? ആ, 10 രൂപ. അതുപോലെ നാരങ്ങയുണ്ട്, നാരങ്ങ എല്ലാം 10 രൂപ. അതും 10 രൂപ അല്ലേ? ആ, ഇതൊരു പാത്രം എടുത്താൽ 10 രൂപ ഉള്ളൂ. ഒരു കാക്കിലൊക്കെ കാണുമല്ലേ. ഇതുണ്ടോ ചേന, ചേമ്പ് ഐറ്റംസൊക്കെ. വളയത്ത് ഇത് അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊക്കെ മേടിക്കാൻ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു. കറിവേപ്പില ഒക്കെ വില ഇറങ്ങിയ റോട്ടിലോട്ട് പോവാം. ഇവിടെയുണ്ട് മീനിൻ്റെയൊക്കെ. മീൻ ഐറ്റംസ്, മാങ്ങാപ്പഴം എന്നാ വിലയാ? കിലോ 40 രൂപ ഉള്ളു അല്ലേ? നല്ല നെല്ലിക്ക അതെന്നാ വിലയാ? 80 രൂപ. ഞാൻ ഒരു ഇതാ ചെറിയുള്ളി എന്നാ വിലയാ? ഇതെന്നാ വിലയാ? 40 രൂപ, 50 രൂപ. ആ, നല്ല ഉള്ളി കേട്ടോ, സൂപ്പർ. സവാള 40 ഉള്ളു അല്ലേ? സവാള 40 ഇവിടെ. കിഴങ്ങ് 3 കിലോ 100 രൂപ. ആ, അങ്ങനെ. ഈ പ്ലാസ്റ്റിക് കെട്ടിയാൽ നല്ല കളറാണ് കേട്ടോ. തക്കാളിപ്പഴം കിടക്കുന്നത് എന്നാ വിലയാ? 1 കിലോ 20 രൂപ. അവളാ ലിപ്പ് വേണ്ട, ഞാൻ പറയാം. എനിക്ക് നല്ല തക്കാളി കേട്ടോ, ചെറിയ സൈസ് നല്ല തക്കാളിപ്പഴം. നാടൻ തക്കാളി അല്ലേ? ആന്ധ്ര തക്കാളിയാ? ആ, അത് ശരി. ആ, അത് ശരി. ചോളം കേട്ടോ, ചോളം. പച്ചക്കറിക്ക് സത്യം അന്നേരം ഇവിടെ ഉള്ള അല്ലല്ലേ, ആന്ധ്രയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഇവരിങ്ങനെ മാറി മാർക്കറ്റിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കുന്ന ചോളം. നല്ല ചോളം. ഇതെന്നാ വിലയാ? 2 പീസ് 50 രൂപ അല്ലേ? പാളയം മാർക്കറ്റിലെ കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മാങ്ങാപ്പഴം, തക്കാളിപ്പഴം അപ്പം എല്ലാം ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ് അല്ലേ? ഉണ്ട് വെളുത്തുള്ളി ഏത് ഐറ്റംസ് ആയിരിക്കുന്നതെങ്കിൽ. കരിയാപ്പില, മല്ലിച്ചപ്പ്, പുതിന, ചീര. ആ, ചീര ഇവിടെ ഉണ്ടല്ലേ? ആ, ചീര ഉണ്ട്. വെയിലുള്ള മൂടിയിട്ടിരിക്കുക. പച്ചച്ചീര
നല്ല പച്ചച്ചീര. ആൾക്കാർ കച്ചവടം ഇതുണ്ടോ, ഇതെല്ലാം പച്ചക്കറി. ഇനി ഇവിടെ ഉണ്ട് ചക്കപ്പഴം ഉണ്ട് കേട്ടോ. ചക്കപ്പഴം എന്നാ വിലയാ? ഇത് 7 ചോളം 50? 12 ചോളാ. നമ്മളവിടുന്ന് ചക്ക എടുത്ത് വെറുതെ കളയുക. ഇവിടെ കേട്ടോ ചക്കയ്ക്ക് വിലയാവുന്നത്. കപ്പ കിടക്കുന്നു നോക്കി, നല്ല കപ്പ കേട്ടോ. നമുക്കവിടെ കപ്പയ്ക്ക് ക്ഷാമമാണ്. നാടൻ കപ്പ, മാങ്ങാപ്പഴം, ചക്കപ്പഴം എന്നാ വിലയാ? 50 രൂപ കിട്ടും. ഞാൻ ഒരു ചെറിയ യൂട്യൂബാ. ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ആപ്പിളുണ്ട്, ഓറഞ്ച്, ചെറിയ ആപ്പിള്, മാതളം നാരങ്ങ, ചെറിയ ഇത് മറ്റേ ഇത് കൂടെ. ഇതിൻ്റെ പേരും മറന്നു പോയല്ലോ. റംബൂട്ടാൻ ഇതായിരിക്കും. റംബൂട്ടാൻ ഇപ്പോൾ എവിടെ നോക്കിയാലും ഉണ്ട്. പേരക്ക, നാടൻ പേരക്ക. പേരക്ക മേടിച്ചാലോ? പേരക്ക എന്നാ വിലയാ? 100 രൂപ. നെൽക്കടലുണ്ടോ? കടല പുഴുങ്ങി വെച്ചിരിക്കുന്നത്. പുഴുങ്ങിയ കടല. ചോളം പച്ചയുണ്ട്, പുഴുങ്ങിയ കടല. 1 കിലോ പേരക്ക മേടിച്ചോ കേട്ടോ. അത് പോതും. നല്ല പേരക്ക പിന്നെ കുഴപ്പമില്ല. ചക്കപ്പഴം, പൈനാപ്പിൾ. എൻ്റെ വായിൽ പേരക്ക കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് മാറിപ്പോയത്. തണ്ണിമത്തൻ, ചക്കപ്പഴം അവർ വൃത്തിയാക്കി വെക്കുവാണേ. പൈനാപ്പിൾ, മുന്തിരിങ്ങ ഉണ്ടേ. മുന്തിരിങ്ങ, നല്ല നാടൻ മുന്തിരിങ്ങ. പാളയം കാഴ്ചകൾ. ഇവിടെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല മാങ്ങാപ്പഴം കേട്ടോ. ഈന്തങ്ങ ഉണ്ടോ? ഈന്തങ്ങ അപൂർവം കാഴ്ച കേട്ടോ. ചെറിയ ആപ്പിള്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ ഉണ്ടോ? റംബൂട്ടാൻ. ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ചെറുകടികൾ, ബജ്ജികളല്ലേ? ബജ്ജി, ഇത് സമൂസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചായ കുടിച്ചോളാം, അല്ലേ? കുടിക്കാനും പച്ചക്കറി കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ടോ അവർ? ഇനിയുണ്ട് കേട്ടോ. ഇനി അപ്പുറത്ത് കോഴിയൊക്കെ ഉണ്ട്. കോഴി ചോദിക്കേ. ഡ്രൈ വാഷ് പരിപാടികൾ, പലഹാരങ്ങൾ, പാക്കറ്റുകൾ, ചെറിയ പാക്കറ്റുകളാണ് എല്ലാം കേട്ടോ. 10 രൂപ 20 രൂപ അതിൽ കൂടിയതൊക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ ഇതാ കോഴി, നാടൻ കോഴികൾ. നാടൻ കോഴി എന്നാ വിലയാണോ? കിലോ 400 രൂപ. പൂവനുണ്ടോ? പേട അല്ല, ഇത് കൂടുതലും പൂവനാണ് കേട്ടോ. ഇപ്പോഴും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളവിടുന്ന് നോക്കിയപ്പോൾ ചക്കപ്പഴം കിട്ടാനില്ല. ഇവിടെ വരുമ്പോൾ ചക്കപ്പഴം കാണുള്ളൂ. അതുകൊണ്ട് അവിടെയൊക്കെ ചക്ക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിൽക്കാനായിട്ട്. ഇവിടെ ഇനിയുണ്ട് ഓരോരോ കച്ചവടങ്ങളെ. ഇതിൽ ഈ ഒരു ദിവസം മാത്രം മെയിനായിട്ടുള്ളൂ കേട്ടോ. നല്ല വാഴപ്പഴം ഇരിക്കുന്നുണ്ട്. വാഴപ്പഴം, കദളി, പിന്നെ ഞാലിപ്പൂവനുണ്ട്, പാളയംകോടനുണ്ട്. കദളിയൊക്കെ എന്നാ വിലയാ? കദളിപ്പഴം കിലോ 70. അത് 60 അല്ലേ? വീട്ടുപകരണങ്ങൾ മേടിക്കാൻ ചട്ടിയുണ്ട്, ചിരവയുണ്ട്, കത്തിയുണ്ട്, ഉരലുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? സ്റ്റീൽ പാത്രം. അത് പിന്നെ വില വയ്ക്കാൻ പറ്റില്ല, ഓരോന്നിനും ഓരോ വിലയല്ലേ. ഉപകരണങ്ങൾ, കൂമ്പാണ്ട്, പിന്നെ പാരയുണ്ട്, തേങ്ങ പൊതിക്കുന്നത്, കത്തി, കുന്തങ്ങൾ, ചക്രം, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒക്കെ വൈകുന്നേരമാണ് ആൾ പറഞ്ഞുണ്ട്. ചൂല് കിടക്കണം, ചിക്കീൻ്റെ ചൂല്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോമ്പൈ റൂട്ടിൽ പോയിട്ട് രാമക്കൽമേടിൻ്റെ ആ ഭാഗത്തോടുള്ള കാഴ്ചകളൊക്കെ കണ്ട്, താഴ്വാര കാഴ്ചകളും തിരിച്ച് പാളയത്ത് വന്ന പാളയം മാർക്കറ്റിൻ്റെ കാഴ്ചകളും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഔട്ടറോ ഇപ്പം 2-3 പ്രാവശ്യം പറഞ്ഞേ, അതിൻ്റെ വീഡിയോ പിന്നെയും കിടക്കുക. അപ്പോഴാണ് ഈ കാഴ്ചകളും കൂടി ഇതിനകത്ത് വന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക്
വീണ്ടും കാണാവേ.